എല്ലാത്തരം വിനോദസഞ്ചാരികളുടെയും മനം മയക്കുന്ന മനോഹര തീരമാണ് കന്യാകുമാരി. തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിൻ്റെ ഒരു ഭാഗം പോലെ തന്നെയാണ് മലയാളികൾ കന്യാകുമാരിയെ കാണുന്നത്. കന്യാകുമാരിയിലെത്തുന്ന സഞ്ചാരികളെല്ലാം ഉദയം കണ്ടുകഴിഞ്ഞാൽ ബീച്ചിൽ നിന്നും നേരെ പോകുന്ന സ്ഥലമാണ് വിവേകാനന്ദപ്പാറ. മനസ്സിനെ ഏകാഗ്രമാകുവാൻ സ്വാമി വിവേകാനന്ദൻ ധ്യാനനിരതനായി ഇരുന്ന പാറപ്പുറത്ത് ധ്യാന മണ്ഡപവും തിരുവള്ളുവരുടെ കൂറ്റൻ പ്രതിമയും കാണുകയെന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പതിവാണ്. എന്നാൽ ഇക്കാലം അത്രയും വിവേകാനന്ദപ്പാറയിൽ നിന്നും തിരുവള്ളൂർ സ്മാരകത്തിലെത്താൻ ഏക മാർഗം ബോട്ട് സർവീസ് ആയിരുന്നു. പ്രതികൂല കാലാവസ്ഥയിൽ ബോട്ട് സർവീസ് നിർത്തിവെക്കുക ഇവിടെ പതിവായിരുന്നു. ഇത് കാരണം സന്ദർശകർക്ക് തിരുവള്ളൂർ സ്മാരകം കാണാതെ നിരാശരായി പല പ്രാവശ്യവും മടങ്ങേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് വിനോദസഞ്ചാര സാധ്യത കണക്കിലെടുത്ത് തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദപ്പാറയെയും ബന്ധിപ്പിക്കുന്ന മനോഹരമായ കണ്ണാടിപ്പാലം നിർമ്മിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത്. ഇന്ന് നമ്മൾ കണ്ണാടിപ്പാലത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും തിരുവള്ളൂർ സ്മാരകത്തിൽ നിന്നുള്ള കടലിൻ്റെ സൗന്ദര്യവും ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ടോ. ഞാൻ സുരേന്ദ്രനാണ്. നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയിലാണ്. അവിടെ തിരുവള്ളൂർ പ്രതിമയിലേക്കുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര കന്യാകുമാരിക്കാണ്. വിവേകാനന്ദപ്പാറയ്ക്കും തിരുവള്ളൂർ സ്മാരകത്തിനും മധ്യേയുള്ള രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം കാണുവാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇന്ത്യയുടെ തെക്കേ മുനമ്പാണ് കന്യാകുമാരി. സ്വന്തം സ്ഥലം പോലെ തന്നെയാണ് മലയാളികൾ കന്യാകുമാരിയെ കാണുന്നത്. ആയിരങ്ങളാണ് കന്യാകുമാരിയിലെ ഉദയാസ്തമയ കാഴ്ചകൾ കാണുവാൻ ഇവിടെ എത്തുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ ഉദയം കാണാൻ ഇവിടെ എത്തിയെങ്കിലും പക്ഷെ മഴമേഘങ്ങൾ കാരണം ഉദയത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. സൂര്യോദയവും അസ്തമയവും ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരേ ദിശയിൽ കാണാമെന്നതാണ് കന്യാകുമാരിയുടെ പ്രത്യേകത. 3 കടലുകൾ ഒന്നിച്ചു ചേരുന്ന അപൂർവ സ്ഥലം എന്ന പ്രത്യേകതയും കന്യാകുമാരിക്കുണ്ട്. ത്രിവേണി സംഗമം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കന്യാകുമാരിയുടെ ആദ്യത്തെ ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത് വിവേകാനന്ദപ്പാറയാണ്. ബീച്ചിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ അകലെ കടലിൽ സ്ഥിതി ചെയ്യുന്ന 2 പാറകളിൽ ഒന്നാണ് വിവേകാനന്ദപ്പാറ. വിവേകാനന്ദപ്പാറയ്ക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പാറയിലാണ് തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി പാസ് എടുത്തിട്ട് വേണം ബോട്ടിൽ കയറുവാൻ. ഞങ്ങളെല്ലാവരും എൻട്രി പാസ് എടുക്കുവാൻ ക്യൂവിൽ നിൽക്കുകയാണ്. നല്ല തിരക്കാണ്. ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്, അതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 8 മണിക്ക് മുമ്പ് തന്നെ ഇവിടെ വന്നു. പക്ഷെ നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തെത്തിയപ്പോഴേക്കും 10 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ബോട്ട് ജെട്ടിയുടെ അടുത്തെത്തി. ഇതാണ് വിവേകാനന്ദപ്പാറയുടെ ദൂരക്കാഴ്ച. ഇനി നമുക്ക് ഇവിടുന്ന് ബോട്ടിൽ കയറണം. ഞങ്ങൾക്ക് കയറുവാനുള്ള ബോട്ട് ഇവിടെ എത്തി കേട്ടോ. ആദ്യം ഇവിടെ ക്യൂവിൽ ഇത്രയും താമസം വന്നത് ഒരു ബോട്ടിൽ കയറുവാനുള്ള ആളുകളെ മാത്രമാണ് ഇങ്ങോട്ട് കയറ്റിവിട്ടിരുന്നത്. അതാണ് കേട്ടോ. ബോട്ടിൽ നിന്നും ആളുകൾ ഇറങ്ങി തുടങ്ങുന്നതേയുള്ളൂ.
ഇതുണ്ടോ, ലൈഫ് ജാക്കറ്റ് ഇവിടെ ഇടാനുള്ള സ്ഥലമുണ്ട്. ബോട്ടിൽ കയറുവാൻ വരുന്നവർ ഇവിടെ നിന്ന് ജാക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ടിൽ കയറുവാൻ. ഞങ്ങൾ ബോട്ടിൽ കയറി. ഇത് കണ്ടോ, എന്ത് തിരമാലയാണെന്ന് നോക്കി. ശക്തമായ കാറ്റുമുണ്ട്. ബോട്ട് നന്നായിട്ട് ഉലയുന്നത് കണ്ടോ. എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയിരിക്കുന്നത്. കാഴ്ചകളെല്ലാം മൊബൈലിൽ പകർത്തുന്ന ആളുകളും ഇവിടെ കാണാം നമുക്ക്. നല്ല ശക്തമായ കാറ്റുണ്ട് കേട്ടോ അവിടെ. ഇതുകൊണ്ട് നല്ല തിരമാലയാണെന്ന് നോക്കി. ഇത് കണ്ടോ, വിവേകാനന്ദപ്പാറയിൽ നിന്ന് തിരിച്ചു വരുന്ന ബോട്ടാണ്. 2 ബോട്ടുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരു ബോട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് അക്കരയ്ക്ക് ഒരു ബോട്ട് പോകുന്നത്. ബോട്ട് നല്ല ശക്തമായിട്ട് ഉലയുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ബോട്ടിനകത്തേക്ക് അടിച്ചു കയറുന്നുണ്ട്. ആഞ്ഞടിക്കുന്ന തിരമാലകളാൽ കലിപൂണ്ട കടലിലൂടെ ബോട്ടിൽ ഞങ്ങൾ ഒരിത്തിരി ഭയത്തോടെയാണെങ്കിലും സുരക്ഷിതമായി തന്നെ വിവേകാനന്ദപ്പാറയിൽ എത്തി കേട്ടോ. ഇപ്പോൾ വിവേകാനന്ദപ്പാറയിൽ വന്നാൽ എല്ലാവരുടെയും ആദ്യ ലക്ഷ്യം ഗ്ലാസ് ബ്രിഡ്ജ് കാണുക എന്നതാണ്. അത് കാരണം സഞ്ചാരികൾ ആദ്യം പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഞങ്ങളും കണ്ണാടിപ്പാലത്തിലേക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ കാണുവാൻ ആഗ്രഹിച്ചു വന്ന കണ്ണാടിപ്പാലം. ഇവിടെ നിന്ന് നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കി. വിവേകാനന്ദപ്പാറയും അതിനോട് താഴെ കടലിൻ്റെ സൗന്ദര്യവും നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് 77 മീറ്റർ ദൂരമുള്ള ഈ പാലത്തിന് 10 മീറ്റർ വീതിയും 133 അടി ഉയരവുമാണുള്ളത് കേട്ടോ. കടലിൻ്റെ ചുറ്റുമുള്ള ഭൂപ്രകൃതിയും അതിമനോഹരമായ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്നും വേണ്ടുവോളം ആസ്വദിക്കാം കേട്ടോ. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാം. തിരുവള്ളൂർ പ്രതിമയിലെ അടുത്തേക്കും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നല്ല തിരക്കാണ്. വീഡിയോ പോലും എടുക്കാൻ പറ്റണില്ല, അത്രയ്ക്ക് തിരക്കാണ്. ഇത് കണ്ടോ, ഇവിടെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല കേട്ടോ. 2 സൈഡിലും കാർപ്പറ്റായിട്ടേക്കണത്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാൽ കടലിൻ്റെ അടിയിൽ തിരമാല അടിക്കുന്നത് ശരിക്കും കാണാം കേട്ടോ. ഇത്തരത്തിലുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. 2 സ്മാരകങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജ് സഞ്ചാരികൾക്ക് നൽകുന്നത് കടലിൻ്റെ മനോഹരമായ കാഴ്ചയാണ്. കടലിന് മുകളിലൂടെ നടക്കുന്ന സഞ്ചാരികൾക്ക് മനോഹരമായ അനുഭവം തന്നെയാണ് കേട്ടോ പ്രദാനം ചെയ്യുന്നത്. ഞങ്ങൾ വന്ന സമയം ഉച്ച സമയം കേട്ടോ, നല്ല വെയിലുള്ള സമയം. അത് കാരണം താഴെ ക്യാമറയിലൂടെ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. കടലിന് മുകളിലൂടെയുള്ള പാലമായതിനാൽ സുരക്ഷ കണക്കിലെടുത്ത് ഒരു വില്ലിന് സമാനമായ കമ്മാനം പോലെയാണ് പാലം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ആളുകൾ തിരുവള്ളൂർ പ്രതിമയുടെ മുകളിൽ കയറി നിൽക്കുന്നത്. നമുക്കിനി അകത്തേക്ക് പോകാം. അകത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ നിന്നുമാണ് അകത്തേക്ക് കയറുന്നത്. ഇതുണ്ട്, ഇവിടെ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി വേണം മുകളിലേക്ക് പോകാൻ. ഒരു നല്ല തിരക്കുണ്ട് കേട്ടോ മുകളിലേക്ക് കയറി പോകാനും.
ഞാൻ തിരക്കൊക്കെ ഒഴിവാക്കി പതുക്കെ വീഡിയോ എടുത്തുകൊണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. മുകളിൽ നിന്നുള്ള കാഴ്ച കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കി. ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിവിടെ വന്ന് കാണണം കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. തിരുവള്ളൂർ പ്രതിമയുടെ മുകളിലേക്കുള്ള ഭാഗം നമുക്ക് കിട്ടില്ല കേട്ടോ, കാരണം ഡിസ്റ്റൻസ് കുറവല്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്നും വിവേകാനന്ദപ്പാറ കാണാൻ പാകത്തിന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് കണ്ണാടിപ്പാലം കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഈ പുതിയ ഗ്ലാസ് പാലം ഇന്ത്യയിലുള്ള ആളുകളും പുറത്തു നിന്നുമുള്ള വിനോദസഞ്ചാരികളെയും ആകർഷിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് കേട്ടോ. രണ്ട് ചരിത്ര സ്ഥലങ്ങൾക്കിടയിലുള്ള അതിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം കാഴ്ചകൾക്കും ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും ഒരുപോലെ അനുയോജ്യമായ സ്ഥലമാണ്. എത്ര കണ്ടാലും കൊതി തീരാത്ത കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇതുണ്ടോ എത്ര ഭംഗിയാണെന്ന് ഈ മഴവിൽ പാലം. കണ്ണാടിപ്പാലത്തിൻ്റെ ഭംഗി ഒന്നുകൂടി ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ കയറി. ഇതെന്ത് തിരമാലയാണെന്ന് നോക്കി. ഇപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്നതിനേക്കാളും ശക്തമായ തിരമാലയാണ് ഇപ്പോൾ. ഭയങ്കര കാറ്റും. ബോട്ട് കുറേ നേരം ഇവിടെ നിർത്തിയിട്ട് കേട്ടോ, എന്നിട്ടാണ് മുമ്പോട്ട് പോയത്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.